കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. പ്രകടനത്തെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന കടുത്ത വിവേചനവും അവഗണനയും തുറന്നു കാട്ടുന്നതാണ് കേന്ദ്ര ബജറ്റ് എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KJ ബെന്നി പറഞ്ഞു. വലിയ പ്രതീക്ഷ നൽകുമെന്ന് പറഞ്ഞ് BJP വലിയ സ്ക്രീനൊക്കെ തിരുവനന്തപുരത്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ കേരളം എന്നുപോലും കരുതാത്ത രൂപത്തിലുള്ള അത്ര കടുത്ത അവഗണനയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യമടക്കം വിവിധങ്ങളായ പദ്ധതികളിൽ കേരളത്തെ അവഗണിച്ചു പോകുന്ന മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും ഇത്തരം സമരങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സമരം പോലും ഉയർന്നു വരുന്നില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളവും ഉൾപ്പെടുന്നുവെന്ന വസ്തുത പോലും ബോധപൂർവം വിസ്മരിച്ച നിലപാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അവഗണനാപരമായ സമീപനം കേരളത്തിന്റെ വികസനത്തെ മനഃപൂർവ്വം തടയുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയരുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, നേതാക്കളായ ജോയി ഈഴക്കുന്നേൽ, ജോസ് മുത്തനാട്ട്, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, ജയ്മോൻ കോടിമല, ജോസ് ആനക്കല്ലിൽ, പ്രശാന്ത് രാജു, ബിജു പോനോലി, PS മേരിദാസൻ, എബ്രഹാം പന്തമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.